2.5 വർഷം. പൂർണ്ണമായും 2.5 വർഷം. ഇത്രയും നീണ്ട സമയത്തിനുള്ളിൽ മനുഷ്യൻ ഒരാളെ പൂർണ്ണമായി മറക്കുകയോ അല്ലെങ്കിൽ ഓരോ ദിവസവും അതേ ഓർമ്മയുമായി ജീവിക്കാൻ പഠിക്കുകയോ ചെയ്യും. ഞാൻ രണ്ടാമത്തെ വഴിയിലായിരുന്നു. എന്റെ മകൾ നേഹയിൽ നിന്ന് 2.5 വർഷത്തിനിടെ ഒരു ഫോൺ വിളിയുമില്ല, ഒരു സന്ദേശവുമില്ല, ഒരു ഉത്സവാശംസയുമില്ല, മരുന്ന് സമയത്ത് കഴിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പോലുമില്ല. ചിലപ്പോൾ മൊബൈലെടുത്ത് അവളുടെ പഴയ ചാറ്റ് മാത്രം തുറക്കുമായിരുന്നു, ശൂന്യമായ വീട്ടിൽ ഒരാളുടെ ശബ്ദം തേടുന്നതുപോലെ. അപ്പോൾ ഒരു സന്ധ്യയിൽ അപ്രതീക്ഷിതമായി മൊബൈൽ സ്ക്രീൻ തെളിഞ്ഞു. പേര് തെളിഞ്ഞു: നേഹ. കുറച്ചു നിമിഷങ്ങൾ ഞാൻ സ്ക്രീനിലേക്ക് മാത്രം നോക്കി നിന്നു. വിരലുകൾ അനങ്ങുന്നില്ല, ഹൃദയം നെഞ്ചിലല്ല കഴുത്തിലേക്ക് കയറിയതുപോലെ. പിന്നെ സന്ദേശം തുറന്നു: അച്ഛാ, നാളെ രാത്രി ഡിന്നറിന് വരണം, നമുക്ക് സംസാരിക്കണം. അതിൽ കൂടുതലൊന്നുമില്ല. എങ്ങനെയുണ്ട്, മിസ് യു, സോറി, ഒന്നുമില്ല. എങ്കിലും എന്റെ ഉള്ളിലെ വളരെ ആഴത്തിലുള്ള ഏതോ ഭാഗം ഇളകി. പ്രതീക്ഷ എന്നത് അത്ര വിചിത്രമായ ഒന്നാണ്. മനുഷ്യനെ എത്ര മുറിവേൽപ്പിച്ചാലും അത്ര തന്നെ ഉറച്ച നിലയിൽ അത് വീണ്ടും എഴുന്നേൽക്കും. ഞാനിപ്പോൾ അങ്ങനെയൊരു പ്രായത്തിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ചിന്തകളല്ല, മുട്ടുകളുടെ ശബ്ദമാണ്. ഡോക്ടർ എഴുതിയ മരുന്നുകളുടെ കുറിപ്പ് പോക്കറ്റിലുണ്ട്, മകളുടെ ചിത്രം ഹൃദയത്തിൽ. എനിക്ക് 70 വയസ്സുണ്ട്. ഞാൻ വിരമിച്ചയാളാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. മുഴുവൻ ജീവിതവും ഞാൻ ആളുകളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം, ആരാണ് ശരിക്കും കരയുന്നത്, ആരാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. എന്നാൽ സ്വന്തം മകൾ വിളിക്കുമ്പോൾ ആ മുഴുവൻ അനുഭവവും വിവേകവും എല്ലാം പിന്നിലായി പോകുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഒരുപക്ഷെ ഇപ്പോൾ അവൾക്ക് മനസ്സിലായിരിക്കാം. ഒരുപക്ഷെ അച്ഛനും മനുഷ്യനാണെന്ന ബോധം വന്നിരിക്കാം. ഒരുപക്ഷെ എന്റെ ഉത്സവാഘോഷങ്ങൾ ശൂന്യമാണെന്നും എന്റെ രാത്രികൾ നീളമുള്ളതെന്നും എന്റെ വീട് ശൂന്യമാണെന്നും അവൾക്ക് ഓർമ്മ വന്നിരിക്കാം. അതേ വീട് എന്റെ അവസാന പോസ്റ്റിങ്ങിനിടയിൽ ഞാൻ പണിതത്. ഓരോ ഇഷ്ടികയും ചേർത്ത് രാത്രികളിൽ ഫയലുകൾ വായിച്ച്, പ്രമോഷനു വേണ്ടിയല്ല, വയസ്സായപ്പോൾ അവളുടെ മക്കളുടെ ചിരി കേൾക്കാമെന്ന സ്വപ്നത്തിനു വേണ്ടി. അവളുടെ വിവാഹത്തിനു ശേഷം ആ വീടും ഞാൻ അവളുടെ പേരിലാക്കി. എന്റെ ശേഷം അവൾക്ക് ആരോടും കൈ നീട്ടേണ്ടി വരരുതെന്ന് കരുതി. ആ സന്ധ്യയിൽ ഞാൻ എന്റെ ചെറിയ ഫ്ളാറ്റിലൊരുങ്ങി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം നോക്കി. വെളുത്ത കുർത്ത, ഇളം ചാര ജാക്കറ്റ്. മുടി പൂർണ്ണമായും വെളുത്തിരുന്നു, മുഖത്ത് ചുളിവുകൾ. പക്ഷെ കണ്ണുകളിൽ ഇന്നും അതേ കാത്തിരിപ്പ്. നേഹ എന്റെ ആദ്യ ശമ്പളത്തിൽ എനിക്ക് നൽകിയതേ വാച്ച് കയ്യിൽ ധരിച്ചു. അന്നവൾ ചിരിച്ചു പറഞ്ഞിരുന്നു: അച്ഛാ, ഇനി സമയത്ത് വീട്ടിൽ വരണം. അന്ന് ഞാൻ തമാശയായി പറഞ്ഞു, ഇനി എന്നെ മകൾ കൺട്രോൾ ചെയ്യുമോ? ഇന്നാ കൺട്രോൾ എന്ന വാക്ക് വിഷം പോലെ തോന്നുന്നു. ഞാനൊരു ചെറിയ പൂച്ചെണ്ടും കൊണ്ടുപോയി. പൂക്കളുടേതല്ല, ഹൃദയത്തിൻ്റേത്. ഒരുപക്ഷെ മഞ്ഞുരുകും, ഒരുപക്ഷെ അകലം കുറയും. പുറത്ത് ഇളം തണുപ്പ്. കൊച്ചിയുടെ രാത്രികൾ ശബ്ദമുണ്ടാക്കാറില്ല, പതുക്കെ വന്ന് ഹൃദയത്തിലിരിക്കും. ഞാൻ കാറെടുത്ത് കലൂരിലെ അതേ സൊസൈറ്റിയിലേക്ക് പോയി, എന്റെ പഴയ വീടുള്ള സ്ഥലം. വണ്ടി മുന്നോട്ടു പോകുന്തോറും ഓർമ്മകൾ പിന്നിൽ നിന്ന് വളഞ്ഞു. അതേ റോഡിലൂടെ ഞാനൊരിക്കൽ നേഹയെ സ്കൂളിൽ വിടുമായിരുന്നു. അതേ വളവിൽ അവൾ ആദ്യമായി സൈക്കിൾ ഓടിച്ചു വീണ് കരഞ്ഞു. ആ വീട്ടിലെ ചുമരുകളിൽ എന്റെ ഭാര്യയുടെ ചിരി ഇന്നും എവിടെയോ കുടുങ്ങിയതുപോലെ തോന്നി. ഗേറ്റിനു മുന്നിൽ കാർ നിർത്തി ഞാൻ കുറച്ചുനേരമിരുന്നു. ജാലകങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. വീട് ജീവനുള്ളതുപോലെ തോന്നി. ഹൃദയം പതുക്കെ പറഞ്ഞു, കണ്ടോ, ഇന്നെല്ലാം ശരിയാകും. ഗേറ്റിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ലീല നിൽക്കുകയായിരുന്നു. 25 വർഷമായി നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീ. ഭാര്യ പോയ ശേഷവും നിന്നവൾ. നേഹയുടെ ബാല്യവും വിവാഹവും എല്ലാം കണ്ടവൾ. ഇന്നവളുടെ മുഖം മാറിയിരുന്നു. കണ്ണിനുകടിയിൽ കറുത്ത വളയങ്ങൾ, വരണ്ട ചുണ്ടുകൾ, കണ്ണുകളിൽ ഭയം. അവൾ മുന്നോട്ടു വന്ന് എന്റെ കൈപിടിച്ചു, ശക്തമായി. സർ. അവളുടെ ശബ്ദം ചുവട് ശബ്ദമായി. അകത്തു പോകരുത് സർ. ഞാൻ ഞെട്ടി. എന്താ ലീലേ, മകൾ വിളിച്ചല്ലോ. അവളുടെ വിരലുകൾ എന്റെ കൈമുട്ടിൽ കൂടുതൽ ആഴത്തിൽ പിടിച്ചു. പോവൂ സർ, ഇപ്പോൾ തന്നെ. ഒരു നിമിഷം ഞാൻ ചിരിച്ചു, വ്യർത്ഥമായ ഭയം കാട്ടുന്നതുപോലെ. എന്താ ലീലേ, എന്താ ഈ നാടകം? അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇത് ഡിന്നറല്ല, ഇത് കൊടുത്താനുള്ള കളിയാണ്. ആ ഒരു വാചകം എന്റെ നട്ടെല്ലിലൂടെ തണുപ്പ് വായിച്ചു. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വർഷങ്ങളോളം കോടതിയിലിരുന്ന് ഞാൻ പഠിച്ചതാണ്, ഭയം തിരിച്ചറിയാൻ. ഇത് യഥാർത്ഥ ഭയമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പതുക്കെ ചോദിച്ചു. അവൾ അടുത്തേക്ക് കുനിഞ്ഞു, ചുമരുകൾക്കും ചെവിയുണ്ടെന്ന പോലെ. അടുത്ത വീട്ടിലെ തോട്ടത്തിലെ ചെടികൾക്കുള്ളിൽ ഒളിക്കൂ, 5 മിനിറ്റിൽ എല്ലാം കാണാം. മുട്ടുകൾ ഇനി എന്നെക്കൂടെ നിൽക്കുന്നില്ല. പക്ഷേ ആ നിമിഷം ഭയവും സത്യവും ചേർന്ന് എന്നെ ഓടിച്ചു. പൂച്ചെണ്ട് കയ്യിൽ പിടിച്ച് ഞാൻ ചെടികൾക്കുള്ളിൽ കയറി.
പിന്നെ കുറച്ചു മിനിറ്റുകൾക്കകം 2 പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. സൈറണില്ല, നീല ചുവപ്പ് ലൈറ്റുകൾ മാത്രം. 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി, നേരെ വാതിലിലേക്ക്. വാതിലിൽ നേഹ നിൽക്കുകയായിരുന്നു. പിളർന്ന ദുപ്പട്ട, അഴുകിയ മുടി, കണ്ണിനുകടിയിൽ പടർന്ന കൺമഷി. അവൾ വിറയ്ക്കുകയായിരുന്നു, ഇപ്പോൾ തന്നെ വീഴും പോലെ. എന്റെ ഹൃദയം തകർന്നു. കാരണം ആ അഭിനയം എന്നെ അറിയാം. കോടതിയിൽ ഞാൻ ദിവസേന കണ്ടതാണ്, ഭയം മുഖത്തെങ്ങനെ ധരിക്കാമെന്ന്. പോലീസ് എന്തോ ചോദിച്ചു. അവൾ വീട്ടിലേക്ക് ചൂണ്ടി, പിന്നെ റോഡിലേക്ക്, ഞാൻ നിൽക്കേണ്ടിയിരുന്ന അതേ സ്ഥലത്തേക്ക്. ലീല എന്നെ കൈപിടിച്ചില്ലായിരുന്നെങ്കിൽ. പൂച്ചണ്ടെന്റെ കയ്യിൽ നിന്ന് വീണു. എന്റെ ഉള്ളിലെന്തോ ശാശ്വതമായി തകർന്നു. ഞാൻ ചെടികളിലിരുന്നു, ശ്വാസം പിടിച്ചു. പോലീസ് അകത്തുപോയി പുറത്തുവന്നു. അവരെന്തോ കുത്തിക്കുറിച്ചു, എന്തോ രേഖകളുണ്ടാക്കുകയായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് വാഹനങ്ങൾ പോയി. വളരെ നേരം ഞാൻ അവിടെത്തന്നെ ഇരുന്നു. കാലുകൾ എന്നെ ഉപേക്ഷിച്ചതുപോലെ തോന്നി. ആ രാത്രിയിൽ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയപ്പോൾ ലൈറ്റ് പോലും ഓണാക്കിയില്ല. കസേരയിലിരുന്ന് എനിക്ക് ഒരു കാര്യം മാത്രമേ മനസ്സിലായി. എനിക്ക് വയസ്സായിട്ടില്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ള മനുഷ്യനെ കുടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. ആ രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. ഉറക്കം എങ്ങനെ വരും? മനസ്സ് വീണ്ടും വീണ്ടും അതേ ദൃശ്യം കാണുമ്പോൾ. നീല ചുവപ്പ് ലൈറ്റുകൾ, പോലീസ് ചുവടുകൾ, നേഹയുടെ പിളർന്ന ദുപ്പട്ട, ആ തെരുവിന്റെ മൂല. രാവിലെയായപ്പോൾ ശരീരമല്ല, ഒരു ഭാരമാണ് നടക്കുന്നതെന്ന് തോന്നി. കണ്ണാടിയിൽ നോക്കി. ഇതെന്റെ മുഖമോ? ഇതാരുടെ മുഖം? കണ്ണുകളിലും എന്തോ മാറിയിരുന്നു. ആ മൃദുത്വം, ആ കാത്തിരിപ്പ്, ആരോ ശബ്ദമില്ലാതെ എടുത്തുകളഞ്ഞതുപോലെ. ഞാൻ ലീലയ്ക്ക് ഫോൺ ചെയ്തു. ആദ്യ ബെല്ലിൽ തന്നെ എടുത്തു. സർ, അവളുടെ ശബ്ദത്തിൽ ഇപ്പോഴും ഭയമാണ്. നേരെ പറഞ്ഞോളൂ. ഞാൻ ശബ്ദം ഉദ്ദേശപൂർവ്വം ശാന്തമാക്കി. ഇന്നലെ രാത്രി പ്ലാൻ എന്തായിരുന്നു? കുറച്ച് സെക്കൻഡ് അവൾ നിശബ്ദയായി. പിന്നെ ഉള്ളിലെ അണക്കെട്ട് പൊട്ടിയതുപോലെ. സർ, മാഡവും സാറും പറയുകയായിരുന്നു, ആദ്യം നിങ്ങൾക്കെതിരെ ഒരു കള്ളക്കേസ്, പിന്നെ നിങ്ങൾ മാനസികമായി ശരിയല്ലെന്ന് പറയും. ഡോക്ടറുടെ റിപ്പോർട്ടുണ്ടാക്കും. കോടതിയിൽ പറയും നിങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും അപകടത്തിലാക്കുമെന്ന്. പിന്നെ പണം, പെൻഷൻ എല്ലാം അവർ കൈകാര്യം ചെയ്യും. എന്റെ കൈകൾ വിറച്ചു. പിന്നെ? ഞാൻ ചോദിച്ചു. പിന്നെ നിങ്ങളെ ദൂരെ ഒരിടത്തേക്ക് അയക്കും സാർ. ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ കെയർ സെന്റർ. വീട്, പണം എല്ലാം അവരുടെ കയ്യിൽ. ഫോൺ ചെവിയിൽ ചേർത്തിരുന്നെങ്കിലും ശബ്ദം വളരെ ദൂരത്തു നിന്ന് വരുന്നതുപോലെ തോന്നി. ഞാൻ കസേരയിലിരുന്നു. ലീലെ, ഈ കാര്യം നീ മറ്റാരോടും പറയുമോ? ഇല്ല സാർ, എനിക്ക് ഭയമാണ്. പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാനും കഴിയില്ല. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഈ കഥ ഇനി എന്റെ മാത്രമല്ല, ഇതവളുടെയുമാണ്. ഞാൻ മിണ്ടാതിരുന്നാൽ അടുത്ത ഇര അവളായിരിക്കും. എന്റെ ഉള്ളിലെ കോപം നിലവിളിച്ചില്ല. അത് ഉറഞ്ഞിരുന്നു, മഞ്ഞുപോലെ. മഞ്ഞ് ഏറ്റവും അപകടകാരിയാകുന്നത് അത് പൊട്ടാതെ മുറിക്കുമ്പോഴാണ്. അതേ ദിവസം ഞാൻ എന്റെ പഴയ സുഹൃത്തും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് മാധവനുവിനെ വിളിച്ചു. വർഷങ്ങൾ മുൻപ് ഞങ്ങൾ കോടതിയിൽ എതിരാളികളായിരുന്നു. ഇന്നാദ്യമായി ഞാൻ സഹായം ചോദിച്ചു. അവൻ പറഞ്ഞു, വന്നോളൂ, എല്ലാം വിശദമായി പറയൂ. അവന്റെ ചേംബറിലിരുന്ന് ഞാൻ എല്ലാം പറഞ്ഞു. 2.5 വർഷത്തെ നിശബ്ദത, അപ്രതീക്ഷിത ഡിന്നർ, ലീലയുടെ മുന്നറിയിപ്പ്, പോലീസ്, അഭിനയം. അഡ്വക്കേറ്റ് മാധവൻ ഏറെ നേരം എന്നെ നോക്കി. പിന്നെ പറഞ്ഞു, ഇത് കുടുംബകലഹമല്ല, ഇത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന തകരുന്നത് തെളിവുകൾ പുറത്തുവരുമ്പോഴാണ്. തെളിവെവിടെ നിന്ന്? ഞാൻ ചോദിച്ചു. വീട്ടിനകത്തുനിന്ന്. ആ സ്ത്രീ, ലീല, നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷിയാണ്. പക്ഷേ അതീവ ജാഗ്രത വേണം. അടുത്ത കുറച്ചു ദിവസങ്ങൾ പുറത്തുനിന്നെല്ലാം സാധാരണ പോലെ. ഞാൻ ശാന്തനായിരുന്നു, അതിശയകരമായി ശാന്തൻ. ഞാൻ നേഹയെ അവളുടെ ഓഫീസിന് പുറത്തു കണ്ടു. അവളുടെ ഭർത്താവിനെ ഒരു കഫയിൽ ഒരു അഭിഭാഷകനുമായി കണ്ടു. അവരുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. തെറ്റായ വഴിയിൽ വളരെ ദൂരെയെത്തിയവരുടെ ഭയം. ഒരു സന്ധിയിൽ ലീലയുടെ ഫോൺ. സർ, മാഡം ഇപ്പോൾ ഡോക്ടറുമായി സംസാരിക്കുകയായിരുന്നു. പറയുകയായിരുന്നു എന്തു ചെയ്താലും അച്ഛൻ മാനസികമായി ശരിയല്ലെന്ന് റിപ്പോർട്ടുണ്ടാക്കണം. എന്റെ വിരലുകൾ ഉറഞ്ഞു. ഞാൻ അഡ്വക്കേറ്റ് മാധവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇപ്പോൾ കളി വ്യക്തമാണ്. ആദ്യം ഭയം, പിന്നെ കരുണ, പിന്നെ നിയന്ത്രണം. നമ്മൾ ആദ്യം പിടിക്കണം. ലീല പതുക്കെ പറഞ്ഞു, സർ, ഞാൻ റെക്കോർഡ് ചെയ്യാം. അവരെന്നെ ഒരു വീട്ടുപകരണം പോലെയാണ് കാണുന്നത്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. ഭയത്തോടെയല്ല, ഞാൻ പറഞ്ഞു, ബുദ്ധിയോടെ. അടുത്ത ദിവസങ്ങളിൽ ലീല ചെറിയ കാര്യങ്ങൾ കുറിച്ചുവെച്ചു. ആരെത്തി, ആരോട് സംസാരിച്ചു, ഏത് പേപ്പർ എവിടെ പോയി. പിന്നെ ഒരു ദിവസം അവൾ പറഞ്ഞത് നിലം പിളർത്തി. സർ, വീട്ടിന് മേൽ 2ാമത്തെ ലോണുണ്ട്. 2ാമത്തെ ലോണോ? എന്റെ ശബ്ദം ഭാരമായി. അതെ സർ, മാഡം പറയുകയായിരുന്നു ഈ വീട് പോയാൽ നമ്മൾ മുങ്ങും.
ദിവസവും പറയും, അച്ഛന്റെ പണം നമ്മുടെ കൺട്രോളിൽ വന്നാൽ എല്ലാം ശരിയാക്കാം. അപ്പോഴാണ് എല്ലാം വ്യക്തമായത്. വീട് എന്റെ പേരിലായിരുന്നു, പക്ഷേ അവരതിനെ ATM ആയി കണ്ടു. ഇപ്പോൾ എന്നെ നീക്കി മുഴുവൻ മെഷീനും സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നു. അഡ്വക്കേറ്റ് മാധവൻ ഫിനാൻസ് എക്സ്പേർട്ടിനെ വിളിച്ചു. രേഖകൾ കണ്ടെത്തി. തീയതികൾ ഒത്തുചേർന്നു. വിവാഹത്തിന് മുമ്പും കടം, വിവാഹത്തിനു ശേഷം കൂടുതൽ ചെലവ്, എല്ലാം എന്റെ വീട്ടിന്റെ പേരിൽ. അവർ കുടുങ്ങിയിരിക്കുന്നു, അഡ്വക്കേറ്റ് മാധവൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെയും കുടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു രാത്രി ലീല വീണ്ടും വിളിച്ചു. സർ, ഇന്ന് മാഡം പറയുകയായിരുന്നു, പോലീസ് വഴി പരാജയപ്പെട്ടാൽ ഡോക്ടർ വഴി. കോടതിയിൽ പറയും അച്ഛൻ അപകടകാരിയാണ്. തെളിവുണ്ടോ? ഞാൻ ചോദിച്ചു. അവൾ നിശബ്ദയായി. ഞാൻ റെക്കോർഡ് ചെയ്താൽ? 2 ദിവസം കഴിഞ്ഞ് 2 റെക്കോർഡിംഗുകൾ വന്നു. നേഹയുടെ ശബ്ദം, തണുത്തത്, ഗണിതപരമായത്. റിപ്പോർട്ട് എങ്ങനെയുണ്ടാക്കണം, ഭയം എങ്ങനെ കാട്ടണം, എല്ലാം എങ്ങനെ സ്വന്തമാക്കണം, അവൾ വിശദീകരിക്കുകയായിരുന്നു. ഞാൻ റെക്കോർഡിംഗ് കേട്ടു. ആദ്യമായി എനിക്ക് തോന്നി, എന്റെ മകൾ ദുഷ്ടയല്ല, അവൾ ദുർബലയാണ്. ദുർബലരായ ആളുകൾ ഏറ്റവും അപകടകരമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. കാരണം അവരവരുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ ചാരും. അഡ്വക്കേറ്റ് മാധവൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. നോട്ടീസുകൾ പോയി. അവ ലഭിച്ച ഉടൻ ലീലയുടെ ഫോൺ. പിന്നിൽ ബഹളം. ഇതെന്താണ്? നേഹ നിലവിളിച്ചു. അച്ഛനിത് എങ്ങോടെങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ എന്റെ മരുമകന്റെ ശബ്ദം. നീ പറഞ്ഞില്ലേ അച്ഛൻ ഒറ്റയ്ക്കാണെന്ന്, അച്ഛനൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ ഒരു ശക്തമായ ശബ്ദം. നിശബ്ദം. ലീല പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സർ, മാഡം വളരെ കോപത്തിലാണ്. പറയുകയാണ്, കോടതിയിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തു തീർക്കണം. എന്റെ രോമങ്ങൾ എഴുന്നേറ്റു. അടുത്ത ദിവസം കോടതി. പടികൾ കയറുമ്പോൾ കാലുകൾ ഭാരമായിരുന്നു. പക്ഷെ ഭയമില്ല. കോടതി എനിക്ക് പുതുമയല്ല. പുതുമ ഇതാണ്, ഇന്ന് എതിരാളി എന്റെ സ്വന്തം മകൾ. റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. ലീല സാക്ഷ്യം പറഞ്ഞു. രേഖകൾ സമർപ്പിച്ചു. ജഡ്ജ് നേഹയോട് ചോദിച്ചു, നിങ്ങൾ അച്ഛനെ ഡിന്നറിന് വിളിച്ചത് എന്തിനാണ്? അവളുടെ ശബ്ദം തകർന്നു. ഞാൻ ഭയപ്പെട്ടു. ആദ്യമായി അവൾ പിന്നോട്ടുപോയി. അതേ പിന്നോട്ടടി അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സാക്ഷ്യമായി. വിധി വന്നു. വീട് തിരികെ എനിക്ക്. ഗൂഢാലോചന തെളിഞ്ഞു. അന്വേഷണത്തിന് ഉത്തരവ്. കോടതിക്ക് പുറത്ത് നേഹ എന്റെ മുന്നിലെത്തി. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഏറെ നേരം അവളെ നോക്കി. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ക്ഷമ വാക്കുകളിലല്ല, ക്ഷമ മാറ്റത്തിലാണ്. കുറച്ചാഴ്ചകൾക്ക് ശേഷം ഞാൻ അതേ വീട്ടിലെ വരാന്തയിലിരിക്കുകയായിരുന്നു. പുല്ല് വളർന്നിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ സമയവും പരിചരണവും കൊണ്ട് വീണ്ടും ശരിയാകും. ഒരു ദിവസം ലീല എനിക്കൊരു കവർ നൽകി. നേഹയുടെ കത്ത്. എഴുതിയിരുന്നു, അവൾ വേർപിരിയുകയാണ്, ജോലി അന്വേഷിക്കുകയാണ്, അവൾ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നവൾക്ക് മനസ്സിലായി. ഞാൻ കത്ത് മാറ്റിവെച്ചു. ഒരുപക്ഷേ ഒരു ദിവസം. ഇന്നല്ല. ഇന്നെന്റെ ജോലി എന്റെ വീട് ശരിയാക്കുക, എന്റെ മനസ്സ് ശരിയാക്കുക. ബന്ധങ്ങളിൽ സ്നേഹം പ്രധാനമാണെന്നോർക്കുക, പക്ഷെ സത്യവും ബഹുമാനവും അതിലും പ്രധാനമാണെന്ന് മറക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടുവെങ്കിൽ ഇതുമാത്രം ഓർക്കുക. ചിലപ്പോൾ മനുഷ്യൻ ചില അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷമാണ് ജീവിക്കാൻ പഠിക്കുന്നത്.